അസ്സലാം. മോഹൻലാൽ നായകനായി എത്തിയ ബറോസിൻ്റെ ആദ്യ ദിന ഒഫീഷ്യൽ കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുകയാണ്. വേൾഡ് വൈഡ് ആയിട്ടുള്ള കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ കേരളത്തിൽ നിന്ന് മാത്രമായി സിനിമ നേടിയിരിക്കുന്നത് 3,51,00,000 രൂപയോളമാണ്. റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് സിനിമ നേടിയിരിക്കുന്നത് 50 ലക്ഷത്തോളമാണ്. ഓവർസീസിൽ നിന്ന് സിനിമയ്ക്ക് നേടാനായത് 1,54,00,000 രൂപയാണ്. അതായത് $182K എന്നുള്ളതാണ്. അങ്ങനെ മൊത്തം 5,55,00,000 രൂപയാണ് സിനിമയ്ക്ക് മൊത്തത്തിൽ നേടാൻ കഴിഞ്ഞത്. ഒരു മോഹൻലാൽ സിനിമയെ വെച്ച് നോക്കുമ്പോൾ വലിയ ഒരു കളക്ഷൻ ഒന്നുമല്ല. പക്ഷേ ഈ സിനിമ വെച്ച് നോക്കുമ്പോൾ അതൊരു വലിയ കളക്ഷൻ തന്നെയാണ്. ഇത് സാധാരണ ഫാൻ ബേസ് ചെയ്തിട്ടുള്ള ഫിലിമോ ഇടി വെട്ടുകുത്ത് പടമോ അല്ലെങ്കിൽ ഫാമിലി കാര്യങ്ങളോ ഒന്നുമല്ല. ഒരു കുഞ്ഞു കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഫാൻറ്റസി ത്രില്ലർ മാത്രമാണ്. അതിന് ആ ഒരു മനോഹാരിതയിലൂടെ തന്നെ ചെയ്തിരിക്കുന്നു. വലിയ രീതിയിലുള്ള ബഡ്ജറ്റിലാണ് ഈ സിനിമ ചെയ്തിരിക്കുന്നത്. ഒരുപാട് നാളത്തെ എഫേർട്ട് എടുത്തിട്ടാണ്. സിനിമയുടെ പ്രതീക്ഷയും ഇത്രയൊക്കെ തന്നെയായിരുന്നു. ഇതിനപ്പുറത്തേക്ക് ഫാൻസുകാർ വിചാരിക്കുന്ന പോലെ, എതിരാളികൾ വിചാരിക്കുന്ന പോലെ കൊടൂരമായി മുണ്ടും പിരിച്ചു വന്നിട്ട് ഒരു കാര്യമൊന്നും ചെയ്യുന്ന സിനിമകളായിട്ടല്ല ഈ സിനിമ ചെയ്തത് എന്ന് ആദ്യം ഓർക്കുക. ഇത് പയ്യെ ഒരുപാട് നാൾ ഓടാനുള്ള ഒരു സിനിമയാണ്. അതാണ് ഇതിനകത്തിലെ ഏറ്റവും വലിയ. അതുപോലെ തന്നെ ഈ സിനിമയുടെ മറ്റൊരു കാര്യവും കൂടി എടുത്തു പറയാം. ഇത് വേൾഡ് വൈഡ് ആയിട്ടുള്ള ബിസിനസ്സൊക്കെ അതിഗംഭീരമായിട്ട് തന്നെയാണ് ചെയ്തത്. സോണി ആണ് ഇതിൻ്റെ മ്യൂസിക് എല്ലാം ഏറ്റെടുത്തിരിക്കുന്നത്. അങ്ങനെ ബിസിനസ് വൈസ് നോക്കുകയാണെങ്കിലും മികച്ച രീതിയിൽ തന്നെ പോയിരിക്കുന്ന സിനിമയാണ്. തിയേറ്ററിൽ നിന്ന് ഈ സിനിമ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു കാര്യമേ ഉള്ളൂ, വേറെ ഒന്നുമല്ല. മോഹൻലാൽ എന്ന നടൻ്റെ 50 വർഷത്തെ പ്രവൃത്തി പരിചയത്തിലുള്ള അതിൽ നിന്ന് വന്ന ഒരു സംവിധാനം, ആ സംവിധാനം എത്രത്തോളം നല്ലതായി പോരുന്നു. തുടക്കക്കാരനാണ്, എത്ര നാൾ ഫിലിം ഇൻഡസ്ട്രിയിലുണ്ട് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് അനുഭവ സമ്പത്തുണ്ട്. അതുകൊണ്ട് തന്നെ അതൊരിക്കലും മോശമാകില്ല എന്ന് പറയാം. പക്ഷേ ഒരു സംവിധായകൻ്റെ മേലങ്കി വഹിക്കുന്നത് ആദ്യമായിട്ടാണ്. അതിൻ്റെ ചെറിയ ന്യൂനതകൾ ഉണ്ടാകാം. പക്ഷേ ഏറ്റവും മികച്ച രീതിയിൽ ഏറ്റവും ക്വാളിറ്റിയോട് കൂടിയാണ് ഈ ഒരു സിനിമ ഇറക്കിയത്. ഇന്ന് നിങ്ങൾ കളിയാക്കുമ്പോൾ അല്ലെങ്കിൽ ഫാൻസുകാർ സഹിതം ഇത് കളിയാക്കുമ്പോൾ ഒരു കാര്യം ഉറപ്പിക്കാം, നിങ്ങൾ കാലങ്ങൾ കഴിഞ്ഞിട്ട് നിങ്ങൾ തന്നെ പറയും ഇത് ഗംഭീരമായ സിനിമയായിരുന്നു. കാരണം 40 വർഷങ്ങൾക്ക് മുമ്പ് മൈ ഡിയർ കുട്ടിച്ചാത്തൻ എന്ന 3D സിനിമ വന്നതിന് ശേഷം പൂർണ്ണമായും ഒരു 3Dയിൽ ഒരു മലയാള സിനിമ വരുന്നു. ഇന്ത്യൻ സിനിമയിൽ തന്നെ ഇത്രത്തോളം വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള ടെക്നീഷ്യൻസ്മാരെ ഉൾപ്പെടുത്തിയ ചിത്രം വേറെ ഏതെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ചൂണ്ടിക്കാണിക്കുക. അവിടെയും മലയാളത്തിൻ്റെ സ്വന്തം മോഹൻലാലും മലയാള സിനിമയും വേണ്ടി വന്നു എന്നുള്ളതാണ്. വിദേശീയരടക്കമുള്ള ഒരുപാട് താരങ്ങളാണ് ഇതിനകത്തിൽ അണിനിരന്നിരുന്നത്. വെറും താരങ്ങളല്ല, മികച്ച താരങ്ങളാണ്. അവരുടെയൊക്കെ പെർഫോമൻസ് നല്ല ലെവലാണ്. ഇതൊരു ഫാൻറ്റസി കഥ കണ്ടിട്ട് ഇതിനകത്തിൽ ആർട്ടിഫിഷ്യാലിറ്റി ആണോ എന്ന് പറയുന്ന മണ്ടൻ ചിന്താഗതിയുള്ള കാഴ്ചക്കാർ തന്നെയാണ് സിനിമയുടെ പരാജയം എന്ന് പറയാം. സിനിമയല്ല പരാജയപ്പെട്ട, കാഴ്ചക്കാരുടെ പരാജയം തന്നെയാണ്. നിങ്ങളുടെയൊക്കെ കണ്ണിലുള്ള ആ ഒരു പ്രശ്നമാണ് ഇന്ന് ഈ ഒരു പ്രതിസന്ധിക്ക് കാരണം. ഒരുപാട് മോഹൻലാൽ സിനിമകൾക്ക് അങ്ങനെ വരുന്നതിൻ്റെ കാര്യവും അതുതന്നെയാണ്. വേറെ ഒന്നുമല്ല, നിങ്ങൾ ഒരു വരയിടുന്നു, അതിൻ്റെ മുകളിലേക്കേ പോകാൻ കഴിയുള്ളൂ. അദ്ദേഹം ഒരു ആക്ടറാണ്, അദ്ദേഹത്തിന് ഇഷ്ടമുള്ള രീതിയിൽ ആക്ട് ചെയ്യാൻ അനുവദിക്കുക എന്നുള്ളത് തന്നെയാണ്. ഇതൊരു മികച്ച സിനിമ തന്നെയാണ്. ഒരുപാട് വലിയ റിവ്യൂവേഴ്സ് കയറി പറയുന്നുണ്ടായിരുന്നു, ട്രോളിക്കൊണ്ട്. അദ്ദേഹവും അല്ലെങ്കിൽ ആ പറയുന്നവരൊക്കെ മോഹൻലാൽ ഫാനാണ്. പക്ഷേ അവിടെ ഒരു സത്യസന്ധതയുടെ മുഖം മൂടി ചമയുകയാണ്. ഞങ്ങൾ എല്ലാം സത്യസന്ധമായി, ബാക്കിയുള്ള താരങ്ങളെ ഞങ്ങൾ കളിയാക്കുന്നുണ്ടെങ്കിൽ അവർക്ക് അങ്ങനെ അർഹിക്കുന്നതാണ്. അതിന് ഈ ഒരു സിനിമ വന്നു കഴിഞ്ഞപ്പോൾ അതിൽ ഞങ്ങളങ്ങ് മാന്യമാകുന്നു എന്നുള്ളതാണ്. അതുതന്നെയാണ് ഇവിടുത്തെ കപടമുഖം എന്ന് തന്നെ പറയാം. വേറെ ഒന്നുമല്ല, മമ്മൂട്ടിയെ സഹിതം അല്ലെങ്കിൽ മമ്മൂട്ടി സിനിമകളെ വളരെയധികം മോശമായി അങ്ങനെയുള്ളവർ പറയുന്നു. അദ്ദേഹം നല്ലതായി ചെയ്യുമ്പോൾ നല്ലതാണെന്ന് പോലും അംഗീകരിക്കാനുള്ള മനസ്സില്ലാതെ. ഇവിടെ മോഹൻലാൽ സിനിമകൾ വരുമ്പോൾ ഈ ഒരു കാര്യത്തിൽ അവർ അത് ഭയങ്കര ഫാൻഷിപ്പ് കാണിച്ചിട്ട് പിന്നെ ഒരു സിനിമയ്ക്ക് സാധാരണ ഒരു കുറവ് എന്തെങ്കിലും ഒരു സംഭവം വരുമ്പോൾ അതിനകത്തിലേക്ക് കയറിയിട്ട് ഞങ്ങൾ മാന്യതയാണ്, മോഹൻലാലിൻ്റെ ആണെങ്കിലും മമ്മൂട്ടിയുടെ ആണെങ്കിലും ഞങ്ങൾ അങ്ങനെ തന്നെ ചെയ്യുമെന്ന് കാണിക്കൽ. ആ കാണിക്കൽ മാത്രമാണ് ഈ സിനിമയുടെ നെഗറ്റീവായി ഫീൽ ചെയ്യുന്നത്. അത്ര മനോഹരമായ രീതിയിൽ തന്നെയാണ് ഈ ഒരു സിനിമ ചെയ്തിരിക്കുന്നത്. കുഞ്ഞു കുട്ടികൾ ഉൾപ്പെടെയുള്ളവർ കാണുമ്പോൾ അവർക്കെല്ലാം ഇഷ്ടപ്പെടും. ഏതെങ്കിലും 2-3 കുഞ്ഞുങ്ങളെ കൊണ്ടുവന്നിട്ട് ഭയങ്കരമായിട്ട് ബോറടിപ്പിക്കുന്നു എന്ന് പറയുന്ന റിവ്യൂസ് അല്ല റിവ്യൂ. നമ്മളുടെ വീട്ടിലെയും കുട്ടികൾ, നമ്മുടെ ചുറ്റുവട്ടത്തുള്ള കുട്ടികളും കാണാൻ പോയി. അവർ ആ 2.5 മണിക്കൂർ ആസ്വദിച്ച് കാണുന്ന കാഴ്ച കണ്ടു. അവർ കാണാൻ പോയത് ഒരു പൂമ്പാറ്റ പറക്കുന്ന പോലെയുള്ള ഒരു കാര്യമായിരുന്നു. അവർക്ക് പറഞ്ഞ പോലെ മുണ്ടും പിരിച്ചും അല്ലെങ്കിൽ മുണ്ടുമടക്കിയും മീശ പിരിച്ചും അല്ലെങ്കിൽ ഒരു കുത്തുകുത്തുമ്പോൾ ചോര ചീറ്റുന്ന സിനിമകൾ കാണാനല്ല, അവർ എൻജോയ് ചെയ്തു എന്നുള്ള. അതിൻ്റെ കൂടെ പോകുന്ന അച്ഛനമ്മമാർക്ക് കണ്ടിരിക്കാൻ കഴിയേണ്ടേ എന്ന ചോദ്യം. അങ്ങനെയുള്ള അച്ഛനമ്മമാരുള്ളത് കൊണ്ട് തന്നെയാണ് ആ കുഞ്ഞുങ്ങളൊക്കെ പോയി കാണുന്നത്. അവരുടെ സന്തോഷമാണ് നമ്മൾ നോക്കുന്നത്. നമ്മളെല്ലാം ഭീകരമായിട്ടുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ എല്ലാം ഗംഭീരമായിട്ടുള്ള കാര്യങ്ങളോ നോക്കുന്നില്ല. ടെക്നിക്കലി പെർഫെക്റ്റ് അതൊന്നും നോക്കണ്ട. ഈ സിനിമ മലയാള സിനിമയിലെ ഏറ്റവും ടെക്നിക്കലി ഗുഡ് അല്ലെങ്കിൽ എക്സലൻ്റ് എന്നുള്ള രീതിയിൽ വന്നിരിക്കുന്ന സിനിമ കൂടിയാണ്. ഇതൊക്കെ പറഞ്ഞു പോകുന്നത് വേറെ ഒന്നുമല്ല, ഒരുപാട് ആരാധകർ തന്നെ ഇതിനെ വലിയ രീതിയിൽ മോശമായി കാണിക്കുന്നു എന്നുള്ളത്. ആരാധകരും മാത്രമല്ല, എതിരാളികളും സാധാരണക്കാർ വെറുതെ ഇങ്ങനെയൊക്കെ കേട്ടിട്ട് തിയേറ്ററിൽ പോകാതിരിക്കുന്നു. ഒരുപാട് പേർ അത് കണ്ടു കഴിഞ്ഞപ്പോൾ അവർക്ക് മനസ്സിലാവുന്നുണ്ട് ഒരു നല്ല സിനിമയായിരുന്നു എന്നുള്ളത്. ഇത് മോഹൻലാൽ ഫാൻസോ അല്ലെങ്കിൽ മമ്മൂട്ടി ഫാൻസോ ബേസ് ചെയ്തിട്ട് പറയുന്നൊന്നും കാര്യമല്ല. ഈ സിനിമ കണ്ടപ്പോൾ ആ സിനിമ ഇഷ്ടപ്പെട്ടു എന്നുള്ളത് തന്നെയാണ് പറയുന്നത്. അത് പലർക്കും ഇഷ്ടപ്പെടാം, പലർക്കും ഇഷ്ടപ്പെടില്ല എന്നുള്ളത്. ഇപ്പോൾ മാർക്കോ എന്ന സിനിമ കാണുമ്പോൾ തീരെ കൊള്ളില്ല എന്ന് പറയുന്നവരും, ഇത്രത്തോളം 50 കോടി ഈ സിനിമ ഇവിടെ
കവർ ചെയ്യുമ്പോൾ അത് കാണാൻ ഇടിച്ച് 5-6 പ്രാവശ്യം കാണുന്നവരുമുണ്ട്. അതൊക്കെ ആസ്വാദന നിലവാരമാണ്, ഓരോ വ്യക്തിയുടെയും ആസ്വാദന രീതിയുമാണ്. എന്തായാലും ബറോസ് ഒരു മികച്ച രീതിയിലാണ്. കളക്ഷൻ കാര്യങ്ങളിൽ ഒരു മോഹൻലാൽ സിനിമ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അത്ര വലുതല്ലെങ്കിലും ഒരു സാധാരണ സിനിമ എന്ന ലെവലിൽ നല്ല കളക്ഷനാണ്. ഇത് ആ രീതിയിലുള്ള സിനിമയാണ്. വേൾഡ് വൈഡ് ആയിട്ട് 1000 കോടി വാരാൻ വന്ന സിനിമയൊന്നുമല്ല, ഒരു ഫാൻസിൻ്റെയും സപ്പോർട്ടിനും വേണ്ടി വന്ന സിനിമയല്ല. പക്ഷേ മലയാളത്തിന് വേണ്ടി മികച്ച ഒരു സിനിമ ഇറക്കുന്നു. ആ സിനിമ കാലങ്ങളോളം മലയാളത്തിൻ്റെ എപ്പിസോഡുകളിൽ അല്ലെങ്കിൽ മലയാളത്തിൻ്റെ ആ ഒരു മുഖമുദ്രയായി മാറും എന്നുള്ളത് ഉറപ്പിക്കുന്നതാണ്. കാലങ്ങൾ കഴിയുമ്പോൾ നോക്കിക്കോളൂ, നിങ്ങൾ തന്നെ നിങ്ങളുടെ മനസ്സിൽ നിന്ന് പറയും ഇത് ടെക്നിക്കലി അങ്ങനെയായിരുന്നു, ഇത് അന്ന് അങ്ങനെ ചെയ്തിരുന്നു എന്ന് നിങ്ങൾ തന്നെ പറയുന്ന സിനിമയായി മാറും. മാറ്റമുണ്ടെങ്കിൽ ഈ ചാനൽ അല്ലെങ്കിൽ നമ്മുടെ വീഡിയോ ഒന്ന് നോട്ടി നിങ്ങൾ ചെയ്തു വെച്ചേക്കുക. നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ മാത്രം ഒന്ന് സപ്പോർട്ട് ചെയ്യുക, ഇല്ലെങ്കിൽ സപ്പോർട്ട് വേണ്ട. ലാൽ സലാം.